നമ്മൾ കുറച്ചധികമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് മെയിൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ മടിയാണ് സാറേ മെയിൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ അപ്പോൾ ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മീശോ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ട്രൈപ്പോഡ് വന്നു, എൻ്റെ ട്രൈപ്പോഡും ഇല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടൊരു ട്രൈപ്പോഡ് വാങ്ങിക്കൂടാ? നമ്മളെ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമാണല്ലോ, ഇവനെ ട്രൈപ്പോഡ് എന്തായാലും ആവശ്യമായിട്ട് വരും. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, മീശോന്ന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഞാൻ ഓർഡർ ചെയ്ത് വന്നു. 2 ദിവസം മുമ്പ് വന്നു. എന്നിട്ടും വീഡിയോ എടുത്തു, വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടി. അയ്യോ ഇങ്ങനെ പോയാൽ 2020 അതുകൊണ്ട് എന്ത് ചെയ്തിട്ടേക്കാം, മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. പറഞ്ഞു വന്നത്, ഇന്ന് നമ്മൾ നോക്കാൻ വന്നത് ഒരു ട്രൈപ്പോഡ് അൺബോക്സിങ് ആണ്. മീശോയിൽ നിന്നാണ് വാങ്ങിച്ചത്. എനിക്കൊന്ന് 200 ആ ഒരു റേഞ്ചിലാണ് ഈ ട്രൈപ്പോഡ് ഉള്ളത്. എന്നെപ്പോലെ കണ്ടൻറ് ക്രിയേഷൻ തുടക്കക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ട്രൈപ്പോഡ് എന്ന് പറയുന്നത്. എല്ലാവരും കയ്യിൽ വാങ്ങി വെക്കണം ഞാൻ എന്തായാലും പറയും, കാരണം ഇത് നല്ല സുഖാടാ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നതാണ് കാണുന്നത്. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല, അറിഞ്ഞ മുറിഞ്ഞ് ഞാൻ കട്ട് ചെയ്യാൻ സാധനം കിട്ടുന്നില്ല. ടെൻഷൻ തിന്തറപ്പൊക്കെ വരാത്ത. പിന്നെ അങ്ങോട്ട് എന്താണ് ആ കത്രികയൊക്കെ വെച്ചിട്ട് എന്തിനാ അങ്ങോട്ട് വലിച്ചു കയറി. പിന്നെ ഒരു പരിപാടി പുതിയ സാധനം വന്ന് കോളർ കാണുമ്പോഴൊക്കെ രസമുണ്ട്. പിന്നെ എന്താ സംഭവം ഉള്ളതെന്നൊക്കെ നോക്കണമല്ലോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനെയാണ് ട്രൈപ്പോഡ് ഉള്ളത്. ഇപ്പോൾ നമുക്കിത് ഇങ്ങോട്ടും മടക്കണം. ഇപ്പം ഞാനിത് എന്താ സംഭവം നോക്കിക്കൊണ്ടിരിക്കണം, എനിക്ക് തുറന്നിട്ട് പിടുത്തം കിട്ടുന്നില്ല. ആദ്യമായിട്ടാണ് ട്രൈപ്പോഡ് വന്ന്, എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. എങ്ങോട്ടാ തിരിക്കണ്ട് എങ്ങോട്ടാ മറിക്കണ്ട് ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ തിരിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ഈ ട്രൈപ്പോഡ് 360 ഡിഗ്രിയിൽ നമുക്ക് കറങ്ങാൻ പറ്റും. പിന്നെ അതുപോലെ സ്റ്റാൻഡും ഉണ്ട്. നമുക്കത് ഒരു മിനിമം ഹൈറ്റിൽ വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ലെവലിൽ വെക്കാൻ പറ്റും. നമുക്ക് ടേബിളിലും വെച്ച് യൂസ് ചെയ്യാം. നമ്മുടെ നിലത്തും വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിക്ക് അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അതിൻ്റെ ട്രൈപ്പോഡിൻ്റെ മാനുവൽ ബുക്കാണ്. ഞാൻ ഫുൾ കൊറിയ, ഞാൻ വിചാരിച്ചത് കൊറിയ മാത്രമായിരുന്നു. പിന്നീട് ബുക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അപ്പോഴത്തെ ഇംഗ്ലീഷിലുണ്ട്. പക്ഷെ ഞാൻ ആദ്യം തുറന്നു നോക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലുള്ള സൈഡ് കണ്ടില്ല. അതെങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് കുറേ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ഈ ലൈറ്റിൻ്റെ നമുക്കിവിടെ ലൈറ്റും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ വെച്ചൊരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓൺ ആവും, അത് പ്രസ് ചെയ്ത് ഓഫ് ആവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നല്ലൊരു സാധനമാണിത്. എല്ലാവരും മസ്റ്റായിട്ട് വാങ്ങേണ്ടത് ഞാൻ എന്തായാലും പറയാം. കാരണം പുതുതായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു ബോണസ് തന്നെയാണ്.